എന്താണിപ്പ ഇത്? എയ്റോപ്ലെയിൻ. AEROPLANE. ആ, ഇതെന്താണ്? ഇതെന്താണ്? BUS, ബസ്. ഇതെന്താണ്? വാൻ. VAN, വാൻ. എടാ നിനക്കത് മനസ്സിലായ? ഇവിടെ ശരിക്കും നോക്കിയ ശ്രദ്ധിച്ച് വായിക്കത്. ഇന്നാ മോനെ എന്താ ഒരു ക്ഷീണം പോലെ? ഒന്നുമില്ലടാ, പെട്ടെന്നൊരു ക്ഷീണവും നീളി മിന്നലും ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, വയസ്സായില്ലേ. ഞാൻ നാളെ ഓഫീസിലെ ചെക്കൻ്റെ അടുത്ത് ചിക്കനും കുറച്ച് മട്ടനൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടാ. എടാ അങ്ങോട്ട് എഴുതണ, കുത്തിരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട് മര്യാദക്ക്. എയ്റോപ്ലെയിൻ. നാളെ ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ്. ഗസ്റ്റാ? ആരാണ് വന്നെ? ഓ, അതിനായിരുന്നു ഞാൻ വിചാരിച്ച എന്റെ ശരീരം നന്നാക്കാനായിരിക്കും. ആരാണെന്നേ നാളെ പറയാം. പറഞ്ഞിട്ട് പോ. നാളെ അറിയല്ല, പിന്നെന്താണ്, നാളെ പറയാം. നാളെ വരും. ഞാൻ ടെൻഷൻ അടിച്ചാവൂല. എനിക്കിഷ്ടമുള്ള ആളാണോ ചേട്ടാ? നിനക്ക് നല്ല ഇഷ്ടമുള്ള ആളാണ്. എന്നാ എന്റെ പപ്പയും അമ്മയായിരിക്കും. അന്നാ കുറച്ച് കരിമീനും കൂടി മേടിച്ചോ. ചിക്കനേക്കാൾ ഇഷ്ടം പപ്പക്ക് കരിമീനാ. കുറച്ച് ചക്കക്കുരു കൂടി വളർത്താം. ഇവളുടെ തുള്ളലുണ്ടാത്തൊന്നും ഇവളുടെ വീട്ടിൽ നിന്ന് കുടുംബക്കാരൊക്കെ കൂടി ഇളകി പിടിച്ചു തന്നെയാണെന്ന്. അവന് വലിയ ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കും, വല്ല കൂട്ടുകാരും എല്ലായിരിക്കും. അല്ലാണ്ട് ഇത്ര സാധനങ്ങൾ മേടിക്കും, അതും ഈ ചിക്കൻ. മോരുകറി, അവിയല്, മീൻ വറുത്തത്, ചക്കക്കുരു, മീൻകറി അവിടെ ഇരിക്കേണ്ടവർ വരുമ്പോൾ എടുക്കാം. പപ്പടം കാച്ചാനുണ്ട്. എന്താണ് ഒരു വരാത്തത്? കുറേ നേരം എല്ലാം വിളിച്ചു നോക്കാം. ഹലോ, എവിടെയാണ്? ശരി. ഒന്നല്ല, പുതിയ സാരിയൊക്കെയാണല്ല. അമ്മയുടെ കയ്യിൽ കുഴിനകോ മാറിയ മുട്ടിയൊക്കെ വളർന്നല്ല. ഏതോ ഇലാണെന്നാ ഉപയോഗിക്കണത്. ഇതാര്? നിനക്ക് മനസ്സിലായി ആരാണെന്ന്? അത് പോരത്തെ. ഓ അത് തന്നെ. ഓമനമ്മയുടെ മോള് മനസ്സിലാക്കി കളഞ്ഞ്. ഓഫീസിലെ പെണ്ണായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. രുക്കുമാ, എത്ര നാളായി പൊന്നുമോളെ കണ്ടിട്ട്. അമ്മായിനെ നീ മറന്നാ? തള്ളയുടെ സ്വന്തക്കാരിയാണ്. നീ ആളാകെ മാറിപ്പോയിട്ടാ. തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയപ്പോ നല്ല ശാലീന സുന്ദരിയായി. എങ്ങനെ ഫാഷനിൽ നടന്നിരുന്ന പെണ്ണാണ്. ഞാൻ പഴയ പോലെ തന്നെയാണ്. ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു ഇന്ന്. അപ്പൊ അതിന് പോയതാ ഇങ്ങനെ. പിന്നെ ഈ മുല്ലപ്പൂ മേടിച്ചൊന്നും അനീഷേട്ടനാണ് കേട്ടാ. ഒരു ചെമ്പരത്തിപ്പൂ പോലും എനിക്ക് മേടിച്ചിരാത്ത മനുഷ്യനാണ്. അത് പാർക്കിങ് കൊടുക്കാനായിട്ടേ ചില്ലറില്ലാതെ മേടിച്ചാണ്. അത് നന്നായി. രുക്കുവിന് നന്നായി ചേർന്നുണ്ട് മുല്ലപ്പൂ വെച്ചിട്ട്. ഇനി ഒരാഴ്ച ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതിക്കണില്ല. ഫ്രണ്ട് പറഞ്ഞ് അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാന്ന്. 1 വീക്കിന്റെ കേസല്ലേ ഉള്ളൂ. പക്ഷെ അമ്മ ഒട്ടും സമ്മതിക്കണില്ല. അമ്മ ഓണ് ഇവിടെ അനീഷേട്ടനും അമ്മായിയൊക്കെ ഉണ്ടായിട്ട് എന്തിനാ ഞാൻ വേറെ വീട്ടിൽ പോയി കിടക്കണേന്ന്. ഇവിടെ അടുത്ത് തന്നെയല്ലേ. അതവള് പറഞ്ഞത് നേരാണ്. ഇവിടെ ഇങ്ങനൊരു വീടുള്ളപ്പാ നീ അവിടെ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടാ? ഇവിടെ നിന്ന് കല്യാണത്തിന് പോയാൽ മതി. ഒരാഴ്ചയല്ലേ ഉള്ളു കല്യാണത്തിന്. ഇവിടെ അമ്മ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ട് പോവാം. കല്യാണ വീട്ടിലൊക്കെ വല്ല ഉറങ്ങാൻ പറ്റുമോ?
എന്തൊക്കും പോയി. വാ മോളെ കേറി വാ, അങ്ങോട്ട് മാറിക്കടി. വാ. എന്നാലും നീ ഇപ്പോഴും പഠിച്ചൊക്കെ നടക്കുകയാണല്ലോ. കല്യാണമൊക്കെ കഴിക്കണ്ടേ? നീ ഇവിടെ ഇവന്റെ പെണ്ണായിട്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അറിയാല്ല. ഓ ഇതാണ് ആ മുറപ്പെണ്ണൊരുക്കു. ഓ പക്ഷെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവിടെ നിന്നൊന്നും പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വരില്ലേന്ന്. അത് തന്നെ അവൻ ചെയ്ത്. പെണ്ണിനെ വിളിച്ചിട്ട് വന്ന് കല്യാണവും കഴിച്ച് ഇപ്പൊ കൊച്ചായി. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്ത് പറയാൻ, ഇവന്റെ യോഗം അത്ര തന്നെ. എനിക്ക് മാരേജിനൊന്നും ഏർപ്പാടിനൊന്നും അത്ര താല്പര്യമില്ല അമ്മായി. പിന്നെ നിനക്ക് എന്തിനോടാടി താല്പര്യം? മനസ്സിലാവുന്നുണ്ട്. ആ അതൊന്നും പറഞ്ഞാ പറ്റൂല, കല്യാണം കഴിക്കണം. ആന്നേ ഞങ്ങളൊക്കെ അനുഭവിക്കണില്ല, അതുപോലെ നീ അനുഭവിക്കണേ കല്യാണം കഴിച്ച്. ഓ ഇപ്പൊ ഞാൻ അനുഭവമായില്ലടോ എനിക്ക്. ഒന്ന് പോയാ ചിരിപ്പിക്കാണ്ട്. ഇതിന്റെ ഒരു കോമഡി ഉണ്ട്. വളിപ്പ് കോമഡിയൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ അത് കൊച്ചു പെണ്ണുങ്ങളെ കാണുമ്പോ അനീഷേട്ടനുള്ളതാണ് ഈ വളിപ്പ് കോമഡി അടിക്കല്. എടി നോക്കി കണ്ട് ചോറ് വിളമ്പ്. ആ അയ്യോ എനിക്ക് വേണ്ടാട്ടാ, എന്റെ വയറ് ഇപ്പോഴേ ഫുള്ളാണ്. ആ അത് പറഞ്ഞാ പറ്റൂല, ഇത്തിരി കഴിക്കണം. പിന്നെ അത്രയും ദൂരത്തുനിന്നും വന്നിട്ട് ഇവിടെ വീട്ടില് പഷ്ണി കിടക്കാനായിട്ട് അതൊന്നും പറ്റൂല. ഇവിടെ അങ്ങനെ ഒന്നും തിന്നാണ്ടൊന്നും ആരും കിടക്കൂല. എനിക്ക് ഇഷ്ടമല്ല അത്. ഇവളാണെങ്കിൽ രാവിലെ തുടങ്ങി അടുക്കളയിൽ കയറി എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിയാണ്. ഇവൻ പറഞ്ഞില്ല ആരാണ് വന്നേന്നേ. എനിക്ക് അപ്പോഴേ തോന്നി ഇവന് ഇഷ്ടമുള്ള ആരാണ് വരാൻ പോണേന്ന്. ഇല്ലെങ്കിൽ ഇത്രയധികം സാധനങ്ങൾ ഇവൻ മേടിക്കും, അത് ബീപ്പി ചിക്കൻ. നിങ്ങൾ കഴിച്ചോട്ടാ, ഞാൻ ഫ്രഷ് ആവട്ടെ. ഞാനേ ഫുഡ് എടുത്ത് വെക്കാം, കൈ അവിടെ കഴിക്കോട്ടാ. ഓ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത്. രാവിലെ തുടങ്ങി ഞാൻ കഷ്ടപ്പെട്ടത് ഈ പിശാചിനെ തീറ്റാനായിരുന്നു. ഇന്നെങ്ങാനും ചോറെടുക്കോ? ആ എടുക്കാമേ. ഓ തള്ളക്ക് പെണ്ണിനെ കണ്ടപ്പേക്ക് ഫുള്ള് ഓണ്. ഒരു അസുഖമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവര് തമ്മില് നല്ല ഇതാണ്. ഇപ്പൊ എന്റെ കാര്യം കണ്ട പോവാ. ജാടത്തെണ്ടി. അയ്യേ ഈ ഫേസ് സീറോക്കാണ് പറ്റണത്. വെറുതെ അല്ല മുഖത്തൊക്കെ കുരു വന്ന പാടൊക്കെ ഉള്ളത്. അതെ എന്റെ ഒരു ഫേസ് സീറോ ഉണ്ട്, അത് അടിപൊളിയാണ്. അതാണ് നമ്മുടെ മാമ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസൻസ് സിറം. ഇതില് ഹെൽത്തി പിങ്ക് ഗ്ലോയ്ക്ക് വേണ്ടി 92% കൂടുതൽ ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ ഉണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ആണ്. ഇതിൽ ബീട്രൂട്ട് നമ്മളുടെ സ്കിന്നിന് നാച്ചുറൽ പിങ്ക് ഗ്ലോ തരും. അതുപോലെ ഇതിലുള്ള ഹൈലറോണിക് ആസിഡ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ലൈറ്റ് വെയിറ്റും നോൺ സ്റ്റിക്കിയുമാണ്. നല്ലൊരു പിങ്ക് ഗ്ലോ തരുന്നതുകൊണ്ട് തന്നെ ഇത് എന്റെ ഡെയിലി റുട്ടീനിലെ ഒരു അംഗമായി കഴിഞ്ഞു. ഇത് സ്നെയിൽ മ്യൂസിൻ പോലത്തെ ടെക്സ്ചർ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത് മാമ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ. ഇതിലും ഹൈലറോണിക് ആസിഡും ബീട്രൂട്ട് കണ്ടന്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ലൈറ്റ് വെയിറ്റുമാണ്. അപ്പോ ഇതെവിടുന്നാ വാങ്ങാൻ കിട്ടാം? ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിയിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിയറസ്റ്റ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൈം ഈ പ്രോഡക്റ്റ് കണ്ട ഒരു കമന്റ് ഇട്ടേക്കണം. അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കൂടെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് മാമ എർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. മാമ എർത്തിന്റെ ഓരോ പ്രോഡക്ട്സുകളും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതിലൂടെ അവർക്ക് അവരുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ അവരുടെ ഒണിയൻ ഷാമ്പൂ പുതിയതായിട്ട് ചെയ്തത് അതിന്റെ ബെറ്റർ ക്വാളിറ്റി കൊണ്ടുവരാൻ അവർ തുടർച്ചയായിട്ട് റിസർച്ചും ഇന്നോവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, കയറി മേടിച്ചോ. ഇപ്പൊ ഏത് കോഴ്സാണ് പഠിക്കണേ? MBA. കുട്ടി അധികം സംസാരിക്കൂല അല്ലേ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ജാടത്തെണ്ടി. മുറി ഇഷ്ടായ? അതിന് ഞാൻ ഈ വീട്ടില് സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നല്ലോ ഇഷ്ടപ്പെടാൻ. ചോദിച്ചെന്നുള്ളു. ഞാനിങ്ങനെ ഓരോരുത്തരുടെ സ്വഭാവം ആലോചിക്കുന്നേ. ഇവിടെ തന്നെ അനീഷേട്ടൻ ഇപ്പൊ ആരെങ്കിലും ഒരു പൈസ ചോദിച്ചെന്ന് വിചാരിക്കും, ദേ കൊടുത്ത്. നിങ്ങളുടെ ഒരു വില്ലുമ്മയുടെ മോളുണ്ടല്ലോ, എന്തെന്നാണ് അവളുടെ പേര്? സൗദൂന്ന അങ്ങനെ എന്താ നിങ്ങൾ വിളിക്കണത്? പുള്ളിക്കാരി ദിവസം ഒരു 6000 രൂപ ചോദിച്ചു. ചേട്ടൻ എന്നോട് കൂടി പറയണ്ട, അങ്ങോട്ട് കൊടുത്ത് കിട്ടിയില്ല. അവരുടെയൊക്കെ വിചാരിച്ച ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടെന്നാണേ. അതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ എന്തോ
പൈസ ചോദിച്ച്. പുള്ളിക്ക് ആകെ ഉള്ള 25,000 ശമ്പളമാണ്. 30,000 ചോദിച്ചത്. 5,000 ഒരു കടം മേടിച്ചങ്ങോട്ട് കൊടുത്ത് അതും കിട്ടിയില്ല. ചിലരുടെ സ്വഭാവം അങ്ങനെയാണേ, ഇങ്ങനെ കൊടുത്തുണ്ടൊക്കെ ഇരിക്കും. ഇപ്പൊ തന്നെ മോള് ഇവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞപ്പോ അനീഷേട്ട് സമ്മതം എഴുതില്ല, അമ്മക്കും സമ്മതം. നമ്മളിങ്ങനെ വന്ന് അല്ല മോള് ഇവിടെ വന്ന് നിന്നേനല്ലട്ടാ, നമ്മളിങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചിലവർക്ക്. ഞാൻ അങ്ങനെ ഒന്നും എവിടെയും പോയി നിൽക്കാറില്ല. എന്തിനാണ് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണത്? ഞാൻ എവിടെയാണെന്ന് പോയി നിൽക്കാറില്ല. പോയാൽ തന്നെ പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് പോരും, അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടൻ്റെ ഈ സ്വഭാവം അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടൂല. പിന്നെ ഭാര്യയായി പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം. അവസാനം ഇവിടെ എന്റെ ഭർത്താവിനെ കൊണ്ടുപോകും. പക്ഷെ ഒരു ജീവിതമൊക്കെ ആവുമ്പോ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സഹിച്ചോളാന്നേ. എന്ത് അല്ല ഈ സഹിക്കലേ? എൻ്റെ ചേച്ചി പേടിക്കണ്ട. ഞാൻ അനീഷേട്ടനെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കാണേയില്ല. അനീഷേട്ടനെ കെട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മായിയൊക്കെ ഡബിൾ ഓക്കെ ആയേനെ. അതുകൊണ്ട് ചേച്ചി ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഞാൻ അനീഷേട്ടനെന്നല്ല ഒരാളെയും കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓ രക്ഷപ്പെട്ട് ആശ്വാസമായി. ഓ പിന്നെ ചേച്ചി ഞാനേ കെട്ടൂലെന്ന് പറഞ്ഞിട്ടുള്ളൂ. അനീഷേട്ടനൊന്നും സൂക്ഷിക്കണമല്ലാണ്ടാ, ഇടക്ക് മുല്ലപ്പൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ കേട്ട് നിങ്ങൾ സംസാരിച്ചത്. നിനക്ക് ഇപ്പോഴേ നല്ല ഡൗട്ടാണല്ലേ? അങ്ങനൊന്നുമില്ല. മനസ്സിലായി. നീ പേടിക്കണ്ട. അവളെന്നല്ല ഏത് രംഭ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാലും ഞാൻ നിന്നിട്ട് വെച്ച് പോവില്ല. അതോർത്ത് പേടിക്കണ്ട. പാവൻ ചേട്ടൻ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച്. എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എങ്ങനെയിരിക്കും? തെറ്റിദ്ധരിക്കോ? ധരിക്കും. എനിക്ക് അവളുടെ സ്വഭാവം വർത്താനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ത് ജാടേണ പെണ്ണ്. ഒരാഴ്ച അവളെങ്ങനെയാ ഇവിടെ സഹിക്കും? അതിന് മുന്നേ തുരത്തണം. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ആളാവൻ അവളോട് വേണ്ട. ഒരു മുറപ്പെണ്ണ് വന്നേക്കണം.